അഷ്ടാംഗ എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. 8നും 8ൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എ സ്റ്റാൻഡ്സ് ഫോർ ആഹാര, എസ് സ്റ്റാൻഡ്സ് ഫോർ സാത്വിക് ഓർ സ്പിരിച്വൽ തോട്ട്സ്. എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നും. ഹീലിംഗ് ഹാൻഡ്സ് ഓഫ് നേച്ചർ, തെറാപ്പി ഇൻ്റഗ്രേഷൻ, എ ഫോർ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ്, N for Nadi Shuddhi through yoga, pranayam, G for gut correction and rhythmic living, A for art of positive parenting. ഇതിൽ ഫസ്റ്റ് വൺ ആഹാരം. എൻ്റെ മനസ്സ് എനിക്ക് സ്റ്റേബിളാക്കി നിർത്തണമെങ്കിൽ ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നു, എപ്പം ബ്രേക്ക്ഫാസ്റ്റ്, എപ്പം ലഞ്ച്, ഡിന്നർ, സ്ലീപ്പ്, ഈ പാറ്റേൺ കറക്റ്റായെങ്കിലേ എനിക്ക് ഫോക്കസ് കിട്ടുള്ളൂ. പലപ്പോഴും ഇവിടെ വരുന്ന കുട്ടികൾ ഒരു മരുന്നും കൊടുക്കാണ്ടാണ് 1 മണിക്കും 2 മണിക്കും ഒക്കെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടികൾ ഇവിടെ വരുമ്പോൾ 9 മണി 9:30 ആകുമ്പോൾ ഉറങ്ങുന്നു എന്ന് പേരൻസ് പറയും. ഇത് ഏറ്റവും പ്രധാനം. തുടങ്ങി ഒരു 4-ാം ദിവസം ആകുമ്പോഴത്തേക്കും ദേ വിൽ ബി ഇൻ ദ ട്രാക്ക്. ഇവിടെ നമ്മൾ 6 മണിക്ക് വിളിച്ചുണർത്തും, 6:30ക്ക് നമ്മുടെ മരുന്ന് കൊടുക്കുന്നുണ്ടാവും, 7:30ക്ക് നമ്മളൊരു ബെല്ലടിക്കും അവിടെ. കാരണം നമുക്ക് പണ്ടറിയാം, നമ്മൾ ഇല്ലെങ്കിൽ വീട്ടിൽ പട്ടിക്കുട്ടിയുള്ളവർ അതിനെ എന്തെങ്കിലും ഒരു സിമ്പൽ കൊടുത്തിട്ട് ഫുഡ് കൊടുത്തു. ഒരാഴ്ച നിങ്ങൾ അങ്ങനെ ചെയ്തു. ഈ സാധനം അടിക്കുമ്പോഴേ ആ പട്ടിക്കുട്ടി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കില്ലേ? സെയിം തിങ് ആണ്. ഒരു ലോജിക്കലായിട്ട് ഈ ബെല്ലടിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പം ബെല്ലടിച്ചോന്നറിയില്ല, അടിച്ചാൽ കുട്ടികളൊക്കെ പതുക്കെ നടന്നു പോകും. പേരൻസ് ഇല്ലെങ്കിലും അവർ നടന്ന് നമ്മുടെ ക്യാൻറ്റീൻ്റെ അങ്ങോട്ട് പോകും. അപ്പം ഫുഡ് കൊടുക്കുന്നതിനും നമുക്കൊരു ടൈമിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ രാവിലെ ഒരു 7:30ക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിലത്തിരുന്ന് ആഹാരം കഴിക്കണം, അവർ തന്നെ പ്ലേറ്റ് കഴുകണം. സോ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദർ മൈൻഡ് ആൻഡ് ബോഡി വിൽ ബി സിങ്ക്രണൈസ്ഡ്. പ്ലേറ്റൊക്കെ പെർഫെക്ഷൻ ഒന്നും വേണ്ട. ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ ഡയറ്റ് ഉണ്ടാവും, വൈകിട്ടും ഉണ്ടാവും. രാത്രിയിൽ നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഒരു സ്പെഷ്യൽ രാഗ പ്ലേ ചെയ്യും. ഒരു 8:30-9 മണിയോടുകൂടി ദ നേച്ചർ വിൽ സ്ലീപ്പ്. അതോടുകൂടി കുട്ടികൾ ഉറങ്ങും. ഇതൊരു 21 days ഫോളോ ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. 3 കാര്യങ്ങളാണ് ഡയറ്റിൽ പറയുക. ഒന്ന് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ടൈമിങ്. ഇതിൽ ടൈമിംഗ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് എങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ഫിക്സ് ചെയ്യാം? ഈ ടൈമിങ്ങിനനുസരിച്ചിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ഓക്കെ. അടുത്ത ക്വാളിറ്റി. ഏത് തരം ആഹാരം കൊടുക്കണം? ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കുറേ ആഹാരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? രജോ ഗുണമുള്ള ആഹാരങ്ങൾ. എസ്പെഷ്യലി നമുക്ക് ഓട്ടിസം, ADHDയിൽ ഹൈപ്പർനെസ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ആണല്ലോ കൂടുതലും വരിക. അത് ബേസ് ചെയ്തിട്ടാണല്ലോ അവരുടെ ഐ കോണ്ടാക്റ്റും കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ മാറുക. ഇത് കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് സത്വഗുണമുള്ള ആഹാരം കഴിക്കണം, രജോ ഗുണമുള്ളത് ഒഴിവാക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചുവന്ന മുളക് ചേർക്കാത്ത ആഹാരം കൊടുക്കുന്നത്. റെഡ് ചില്ലി, ഫ്രൈഡ് ഐറ്റം, പുളിപ്പുള്ള ആഹാരങ്ങൾ. ഇത് 3 നമ്മുടെ ബോഡിയുടെ pH അസിഡിക് ആക്കുന്ന സാധനങ്ങളാണ്. ഈ pH അസിഡിക് ആയാൽ ഇക്വലൻ ടു ഞങ്ങളുടെ ഇത് പ്രകാരം പിത്തം വർദ്ധിക്കും, ഓർ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടും. ഇത് കൂടിയാൽ കുട്ടികൾ റെസ്റ്റ്ലെസ് ആവും, നമ്മളും റെസ്റ്റ്ലെസ് ആവും. ബട്ട് നമുക്ക് ലോജിക്കൽ തോട്ട്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ല, നമ്മൾ കടിച്ചു പിടിക്കും. കുട്ടികളത് ഉടനെ എക്സ്പ്രസ് ചെയ്യും. അത്രേ വ്യത്യാസമുള്ളൂ. പല പേരൻസിനുള്ള കൺസേൺ അല്ലേ, ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവന് ഡെഫിഷ്യൻസി വല്ലതും ഉണ്ടാവുമോ? സമീകൃത ആഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലൊരു പടമില്ലേ? 5ാം ക്ലാസ്സിൽ പഠിച്ചത് ഏതാ? 2 മുട്ടയും 1 ഗ്ലാസ് പാലും 1 ഏത്തപ്പഴവും. ഇതല്ലേ സമീകൃത ആഹാരം? അതായത് നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് ദ കലോറീസ് ഇൻ ദ പ്ലേറ്റ് വിൽ ഇമ്പാക്റ്റ് യുവർ ബോഡി എന്നാണ്. ബട്ട് ആയുർവേദ സേസ്, ഇപ്പം നിങ്ങളിത് 2 മുട്ടയും 1 ഗ്ലാസ് പാലും ഏത്തപ്പഴവും കഴിച്ചു, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വയറിളകി. ആ കലോറീസ് എവിടെ പോയി? വേസ്റ്റ് ആയില്ലേ? അപ്പം കലോറീസ് ഇൻ ദ പ്ലേറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ മച്ച് യുവർ ബോഡി അബ്സോർബ്സ്. ഇതാണ് ആയുർവേദം ബേസ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ കൈ ചേർത്ത് വെച്ചാൽ എത്ര ഉണ്ടാവും?
ആ അതാണ് ആ കുട്ടിയുടെ വയറിൻ്റെ വലിപ്പം. ഈ പിടിച്ചിരിക്കുന്ന കയ്യിൽ പകുതി ഭാഗേ സോളിഡ് ആയിട്ടുള്ളത് കഴിക്കാവുള്ളൂ, കാൽ ഭാഗം ലിക്വിഡ് ആയിട്ടുള്ളത്, കാൽ ഭാഗം വെറുതെ ഇടണമെന്നാണ്. നമ്മുടെ ബോഡിയിൽ 76% വാട്ടറാണ്. ഈ വാട്ടർ ഹാസ് ടു ക്ലെൻസ് അവർ ലിംഫാറ്റിക് സിസ്റ്റം. നമ്മുടെ ടോക്സിൻസ് വെളിയിൽ കളയണമെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. വെള്ളമില്ലെങ്കിൽ ദാറ്റ് വിൽ കോസ് മെനി ടോക്സിക് ഇംബാലൻസ്. ഒരേ ക്വാണ്ടിറ്റി ഒരേ ഇൻ്റർവെല്ലിൽ കുടിച്ചാൽ ദാറ്റ് വിൽ ക്ലെൻസ് യുവർ സെൽസ്. ആഹാരവും നമുക്കൊരു എന്താ പറയുക, ഔഷധം പോലെ കഴിക്കണം എന്നാണ് പറയുക. നമുക്കൊരു ശരീരത്തിനൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡുമായിട്ട് നമ്മുടെ ശരീരത്തിന് കൂടുതലൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ അവരോട് ഡയറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയുക. അല്ലാതെ നമ്മളിവിടെ ചെയ്യുന്ന തന്നെ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണമെന്ന് പറയില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ഇറ്റ് ഷുഡ് ഹാവ് ലൈക്ഡ് ആൻഡ് ഡിസ്ലൈക്ക് ഫുഡ്.